പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലാംഡ എക്സ്പ്രഷനുകളെ കുറിച്ചാണ്. ലാംഡ ഫംഗ്ഷനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിൻ്റെ അകത്ത് അനോണിമസ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ അഥവാ പേരില്ലാത്ത ഫംഗ്ഷനുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ലാംഡ അണ്ടർസ്കോർ എക്സ്പ്രഷൻ ഡോട്ട് py. ലാംഡ ഫംഗ്ഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഡെഫ് സ്ക്വയർ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്പർ സ്വീകരിക്കുകയും ആ നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതാനാണ്. അപ്പോൾ എക്സ് എന്നുള്ളത് ഞാൻ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നു. റിട്ടേൺ എക്സ് സ്ക്വയർ. ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് സ്ക്വയർ ഓഫ് 5. ഇവിടെ 5 ആർഗ്യുമെന്റ് ആയിട്ട് നൽകുന്നു. 5 ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ റിട്ടേൺ കിട്ടുന്നത് നമുക്ക് 25 എന്നായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൈത്തൺ ലാംഡ എക്സ്പ്രഷൻ ഡോട്ട് py. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ എക്സ്പ്രഷൻ മാത്രമാണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ലാംഡ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. ലാംഡ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് ലാംഡ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുക. ലാംഡ ഈ ഒരു ഫംഗ്ഷൻ എന്തൊക്കെ പാരാമീറ്റർ ഇൻപുട്ടിൽ എടുക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് എഴുതേണ്ടത്. എക്സ് കോമ വൈ കോമ ഇസഡ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പാരാമീറ്റർ എഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പാരാമീറ്റർ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് മാത്രം കൊടുക്കുന്നു. അതിനുശേഷം റിട്ടേൺ ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്താണോ ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുന്നു. അതായത് ഒന്നിലധികം ലൈനുകളിൽ എഴുതേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കണം. മറിച്ച് ഒരു എക്സ്പ്രഷൻ ആണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് പകരം ലാംഡ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അപ്പോൾ ലാംഡ എക്സ്പ്രഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഷെല്ലിൻ്റെ അകത്ത് നോക്കുമായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതിനുവേണ്ടി ഞാൻ പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്യുന്നു. പൈത്തൺ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ലാംഡ എക്സ്പ്രഷൻ അതുപോലെ തന്നെ ഇവിടെ എഴുതുകയാണ്. ലാംഡ എക്സ് റിട്ടേൺ ചെയ്യുന്നത് എക്സ് സ്ക്വയർ ആണ്. ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ലാംഡ അറ്റ് ഏതൊരു മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് ജനറേറ്റ് ആയി എന്നായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഫംഗ്ഷന് പേരില്ല എന്നുള്ളത്. ഇവിടെ ലാംഡ എന്നുള്ളത് കീവേഡ് ആണ്, എക്സ് എന്നുള്ളത് ഈ ഫംഗ്ഷൻ എടുക്കുന്ന പാരാമീറ്റർ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പൈത്തണിലായാലും ജാവാസ്ക്രിപ്റ്റിലായാലും ഉള്ള ഒരു കൺസെപ്റ്റാണ് ഫംഗ്ഷനുകളെല്ലാം ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷനുകളാണ് എന്നുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ നമുക്കൊരു വേരിയബിൾ പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതായത് സ്ക്വയർ എന്നൊരു വേരിയബിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ക്വയർ എന്ന വേരിയബിളിലായിട്ട് എനിക്ക് ലാംഡ ഫംഗ്ഷൻ അസൈൻ ചെയ്യാം. ലാംഡ എക്സ് കോളൻ എക്സ് സ്റ്റാർ സ്റ്റാർ 2. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ലാംഡ എന്നുള്ളതിൻ്റെ അകത്ത് ബി നമ്മൾ മിസ്സാക്കി. ഓക്കെ, ഇതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് ഈ സ്ക്വയർ എന്നുള്ള വേരിയബിൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ സ്ക്വയർ ഓഫ് 5 എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നത് 25 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് ഈ ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെ ലാംഡ എക്സ്പ്രഷൻ ഉപയോഗിച്ചപ്പോഴും കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം ഇത്രയാണ്. നിങ്ങൾ ഒന്നിലധികം ലൈനുകളിലൂടെ എഴുതുന്ന ഫംഗ്ഷനുകൾ ലാംഡ എക്സ്പ്രഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ലാംഡ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.